അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് മുൻപിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി കാൽവരിയിൽ ജീവനെ യാഗമായി തന്ന ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഓർക്കുമ്പോഴും ആ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോഴും നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. കാരണം ഇന്ന് മനുഷ്യൻ മുഴുവൻ ലോകമോഹങ്ങളിൽപ്പെട്ട് അവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അവർക്കതിൽ നിന്നും സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥകളേറെയാണുള്ളത്. കാരണം ലോകം മനുഷ്യനെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ മൂന്ന് കാര്യങ്ങളെ ജയിക്കുവാൻ എത്ര ബുദ്ധിമാനായ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ മനുഷ്യന് സ്വയം തെറ്റിൽ നിന്ന് അവന് പിന്മാറി ജീവിക്കുവാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തക്ക സമയത്ത് വിനിയോഗിക്കുവാൻ അവന് കഴിയാതെ പോകുന്നതാണ് മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുന്നത്. ആ ബലഹീനത എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിലും അതിനെ നമുക്ക് നിയന്ത്രിച്ച് നാം പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ, ഈ ലോകമോഹങ്ങളിൽ നിന്നും നാം പൂർണ്ണമായും വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൽ കൂടിയുള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിലെ ക്രൂശിൽ യേശുക്രിസ്തു യാഗമായി തീരുന്നതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം ഈ ലോകത്തിന് അടിമയായി പോകുകയില്ല. മറിച്ച് ലോകം നമ്മെ ബന്ധിക്കുവാനും ലോകം നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്ന ആ അവസ്ഥകളിൽ നിന്നൊക്കെയും നമ്മളെ രക്ഷിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിന്, ദൈവത്തിന് കഴിയും. അതിനാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന്. എങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഗലാത്യ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്: നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് യേശുക്രിസ്തു സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നിങ്ങൾ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ എന്ന്. കാരണം അവിടെയുള്ള ജനത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർ യേശുക്രിസ്തു എന്തിനാണ് മരിച്ചതെന്നും യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്ത ആ ജനം പിന്നെയും അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും കടന്നുപോയപ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുകയാണ്: സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ എന്ന്. കാരണം അടിമത്വം എന്ന് പറയുന്നത് മനുഷ്യന് ആഗ്രഹിക്കുന്നത് അവൻ്റെ കയ്യെത്തുന്ന അകലെ ഉണ്ടെങ്കിലും അത് മറ്റൊരാളിൻ്റെ അനുവാദം ചോദിക്കാതെ അവനെടുത്തനുഭവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. അവന് പൂർണ്ണമായും അവനൊരു ബന്ധനത്തിൽ കിടക്കുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. അപ്പോഴവിടുത്തെ വിശ്വാസ സമൂഹത്തോട് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ വീണ്ടും അടിമനുഖത്തിന് കീഴിൽ കുടുങ്ങിപ്പോകരുത് എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായും അനുഭവിക്കണമെങ്കിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച
ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസം, എത്ര അറിവുള്ളവരാണെങ്കിലും പോലും നമുക്ക് സ്വയം പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത അനേക അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യേശുവിനെ പരീക്ഷകൻ പരീക്ഷിക്കുവാനായി വന്നു. യേശുവിനോട് പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക എന്നായി. കാരണം യേശു 40 ദിവസം ഭക്ഷണമോ വെള്ളമോ ഉപയോഗിക്കാതെ ഉപവാസത്തിലായിരുന്നു. അതിനുശേഷമാണ് പരീക്ഷകൻ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന്. കാരണം അത് മരുഭൂമിയായിരുന്നു. മരുഭൂമിയെപ്പറ്റി തിരുവചനം പറയുമ്പോൾ അത് പല വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു പോകും. മനുഷ്യൻ്റെ വലിയ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മരുഭൂമിയെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ യഥാർത്ഥമായി യേശു മരുഭൂമിയിൽ തന്നെ ആയിരുന്നു. അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ് പറയുന്നത്, നിനക്ക് വിശക്കുന്നില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന്. കാരണം അവിടെ പരീക്ഷകൻ 2 കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, യേശു കല്ലിനെ അപ്പമാക്കിയെന്നാൽ അതൊരത്ഭുതമാണ് അവിടെ യേശു പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞെന്നാൽ സ്വയം രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് യേശുവിനെ പരീക്ഷകൻ കാണുവാനിടയായിത്തീരും. അതുതന്നെയായിരുന്നു പരീക്ഷകൻ്റെ ആഗ്രഹവും. എന്നാൽ അവിടെ യേശു മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ യേശു എത്ര ശക്തിയായി അല്ലെങ്കിൽ എത്ര ഉറച്ച് യേശുവിൽ നാം വിശ്വസിക്കുന്നുവോ അത്രയും വലിയ ദൈവികമായ അനുഭവങ്ങളും ശക്തികളും തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും നാം ജീവിക്കുന്ന സമൂഹത്തിനും അത് ഏറ്റവും പ്രയോജനപ്രദവും ഒരു പുതിയ അറിവുമായി മാറും. അവരൊരു പുതിയ മാതൃകയായി തീരും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാവുന്നതാണ്. അടുത്തതായി പരീക്ഷകൻ പിന്നെയും യേശുവിനോട് പറഞ്ഞത്, യെരൂശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് നീ താഴേക്കെടുത്ത് ചാടുക, ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ സൂക്ഷിക്കുമെന്നായി. ഇന്ന് പ്രിയമുള്ളവരെ, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി നശിച്ചു പോകുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന് അവർ അനാവശ്യ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുകയും അവർ നാശിച്ചു പോകുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്കാവശ്യമില്ലാത്ത കാര്യത്തിലേക്കാണ് ആ വ്യക്തി ചാടിയത് എന്ന്. ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെയും വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവൻ്റെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ അവനുള്ള മാതാപിതാക്കളുമൊക്കെയാണ് അതിൻ്റെ പേരിൽ ത്യാഗവും കഷ്ടതയും അനുഭവിക്കുന്നതും. അവർക്കാണ് അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നതുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഇവിടെ യേശു ഈ മനുഷ്യരെ, സകല മനുഷ്യരോടും യേശു മുന്നറിയിപ്പ് നൽകുകയാണ്. പരീക്ഷകൻ എന്നെ പരീക്ഷിച്ചു, ഞാൻ ആ പരീക്ഷയിൽ നിന്ന് ജയിച്ചു. അതുപോലെ നിങ്ങളുടെ മുൻപിലും അനാവശ്യമായ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നാം എന്ത് പ്രവർത്തിക്കണം, നാം എന്ത് സംസാരിക്കണമെന്ന് ദൈവം തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു വിപത്തിൽ നിന്ന് നാം രക്ഷപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നാം തിരിച്ചറിയണം. അങ്ങനെ നമുക്ക് ദൈവമാണ് ഉപദേശം തരുന്നതെങ്കിൽ അതെത്രയോ ശ്രേഷ്ഠമായ ഉപദേശമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മാത്രമല്ല, നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അതുകൊണ്ട് അനുഗ്രഹമല്ലാതെ യാതൊരു നഷ്ടവും ഉണ്ടാകുകയില്ല എന്ന് ഇവിടെ യേശുക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മൂന്നാമതായി ഇവിടെ യേശുവിനെ
ഉയർന്ന ഒരു മലയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പരീക്ഷകൻ പറഞ്ഞത്, ഈ ലോകം മുഴുവൻ എൻ്റേതാണ്, എന്നെ നീ ഒന്ന് കുനിഞ്ഞ് നമസ്കരിച്ചാൽ ഇതിൻ്റെ മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ധനത്തിനായി അല്ലെങ്കിൽ ദ്രവ്യത്തിനായി മനുഷ്യനെ തന്നെ കൊന്നൊടുക്കുകയും അവൻ്റെ കയ്യിൽ നിന്ന് അത് അപഹരിച്ച് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ധനത്തിൻ്റെ മോഹം മനുഷ്യനിൽ പെരുകുമ്പോൾ, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് സകല നാശത്തിലേക്കുമാണ്. ദ്രവ്യാഗ്രഹം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് സകല നാശത്തിലേക്കുമാണ് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആയതിനാൽ ദൈവം നമുക്ക് ഉപദേഷ്ടാവായി നമ്മോട് കൂടെ നിൽക്കുകയും ദൈവം തരുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ രാജ്യത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടായി മാറും. കാരണം നമ്മൾ മാതൃകയായി തീരും. അമേരിക്കക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആ മനുഷ്യൻ അദ്ദേഹത്തോട് അവസാനം ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി എന്ത് നേടി എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, എല്ലാത്തിലും ഞാൻ പരാജയപ്പെട്ടു പോയവനാണ് എന്നാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം പരാജയപ്പെടുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നാം ദൈവത്തെ പോലെ സദ്ഗുണപൂർണരും നല്ല വ്യക്തിത്വമുള്ളവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതിൽ കൂടി സമാധാനമുണ്ടാകുകയും എല്ലാവരും സന്തോഷം അനുഭവിക്കുവാനും വേണ്ടിയാണ് ദൈവം തൻ്റെ ഛായയിലും രൂപത്തിലും പ്രിയമുള്ളവരെ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനെ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്നും എപ്പോഴും. അതെന്താണെന്ന് ചോദിച്ചെന്നാൽ, നമുക്ക് ലഭിക്കേണ്ടതായ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ദൈവത്തിൽ നിന്നാണ്. അത് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ 2 സഹോദരന്മാർ ആദ്യത്തെ യാഗം ദൈവത്തിന് അർപ്പിക്കുകയാണ്, കായേനും ഹാബേലും. എന്നാൽ കായേനോ തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്ത കാരണത്താൽ തൻ്റെ സഹോദരനെ വധിക്കുവാനിടയായി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.